യെശയ്യാ പറഞ്ഞു. യേശയ്യ சொன்னது. യെശയ്യാ വായിച്ചാട്ട് മോളെ 11:12 chapter 11 verse 11 and 12. യെശയ്യാ 11:12. യേശയ്യ தீர்க்கதரிசன புத்தகம் 11வது அதிகாரம் 11-12 வசனங்கள் വായിച്ചാട്ട് வாசிக்கலாம். അക്കാലത്തിൽ ആണ്ടവർ അസീരിയാവിലും ആണ്ടവർ സിറിയയിൽ നിന്നും അടുത്തത് എഹിപ്തിലും പത്രോസിൽ നിന്നും എത്യോപ്യയിൽ നിന്നും ബർസിയാവിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നും അടുത്ത വായിച്ചോ മോളെ അടുത്തത് സിനയാറിലും ആമാത്ത് സമുദ്ര ദ്വീപുകളിലും എല്ലാ ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള ദ്വീപുകളിൽ നിന്ന് തമ്മുടെ ജനത്തിൽ മീതിയാനവരെ മീട്ടുകൊള്ള തന്റെ ജനത്തെ വിളിച്ചു കൊണ്ടുവരാൻ രണ്ടാമത് വായിച്ചാട്ടെ തമിഴ് വായിച്ചാട്ടെ തിരുമ്പ இரண்டாம் விசை தமது கரத்தை நீட்டி രണ്ടാമതും അവന്റെ കരം നീട്ടും. ബൈബിൾ ഉള്ളവർ ഇന്നൊന്ന് കൈ ഉയർത്തിയാട്ടെ. வேதத்தை உள்ளவங்க கையை தூக்கி கர்த்தரை மகிமைப்படுத்துங்க பார்க்கலாம். ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് எகிப்தின் அடிமைத்தனத்துல நின்று ഫറവോന്റെ കട്ടക്കളത്തിൽ നിന്ന് பார்வோனுடைய செங்கல் இருக்கிற வேலை நின்று മോശയോട് ദൈവം പറഞ്ഞു, மோசேயிடத்துல கர்த்தர் சொன்னார், എന്റെ കരം ഉയർന്നു നിൽക്കുമ്പോൾ ഒന്നാമത് നിങ്ങളെ മടക്കി വരുത്തും. என்னுடைய கரம் உயர்ந்திருக்கும் போது முதல் முறையாக உங்களை திருப்பி கொண்டு வருவேன். ഫറവോൻ അറിയും സർവശക്തൻ ആരേ. பார்வோன் அறிந்து கொள்வான் சர்வ வல்லமுள்ள தேவன் யார் ഒന്നാമത് என்பதை. യഹൂദജനത്തിന് വേണ്ടി അവൻ കരം നീട്ടി. முதலாவது யூத ஜனங்களுக்காய் கர்த்தர் கரத்தை நீட்டினார். ആഴമേറിയ ചെങ്കടൽ കടക്കുവാൻ. ஆழமான செங்கடலை கடந்து வரும்படி. രണ്ടാമത് വീണ്ടും അവന്റെ കരം നീട്ടും. இரண்டாவது திரும்பவும் கரத்தை நீட்டுவேன். എത്ര രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മടക്കി വരുത്തുമെന്ന്. எத்தனை நாடுகளிலிருந்து இஸ்ரவேலை திருப்பி கொண்டு வருவார் என்று. മലയാളം ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവരെല്ലാം കരം ഉയർത്തിയിട്ട് പറയണം, ഇതാ പ്രവചനം കണ്ടോ. எல்லாரும் கையை தூக்கி சொல்லுங்க பார்க்கலாம். தீர்க்க தரிசனத்தின் நிறைவேறுதல்களை பார்த்தீங்களா சொல்லுங்க. പ്രസംഗിക്കുന്നവൻ മാറും, பிரசங்கம் பண்ணுகிறவன் மாறி போவான், പ്രവാചകൻ വീഴും, தீர்க்கதரிசி விழுவான், ഉപദേശി പട്ടുപോകും. ഉപദേശി ഒരുവേളை എന്നാൽ ഇന്ന് രാത്രി നീ കരം ഉയർത്തിയ ബൈബിളിലെ വചനങ്ങൾ മാറുന്നില്ല. ஆனால் இன்றைக்கு உன்னுடைய கரங்களில் இருக்கிற வேத வசனத்தின் தீர்க்க தரிசனங்கள் மாறுவதில்லை. ഇതാ സ്വർഗ്ഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം, பரலோகத்தில் என்றைக்கும் நிலையாய் நிற்கிற தேவனுடைய வசனம் ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. இன்றைக்கு நீங்க கவனிங்க. 20,770 കിലോമീറ്റർ, 20,770 കിലോമീറ്റർ ഈ കൊച്ചു രാജ്യം, அப்படி அவ்வளவு பரப்பளவு உள்ள இந்த சின்ன തമിഴ്നാട്ടിലെ ராஜ்யம். 3 ഡിസ്ട്രിക്ട് വലിപ്പ സാർ. ஆமென். இது தமிழ்நாட்டில் உள்ள 3 மாவட்டங்களுடைய அளவு மட்டும் தான். ഇന്ന് 90 ലക്ഷം ജനം. இன்னைக்கு 90 லட்சம் ஜனங்கள். 49வது ஆண்டில் കൊടി കിട്ടിയപ്പോൾ இவர்களுக்கு கொடி கிடைத்த போது ആദ്യത്തെ യുദ്ധം യഹൂദനെ ശരിയാക്കാൻ തുടങ്ങി. முதலாவது யுத்தம் யூதனுக்கு எதிராய் வந்தது. രണ്ടാമതായി 1957 1957வது ஆண்டில் 22 രാഷ്ട്രങ്ങളുടെ നടുവിൽ അവൻ കിടക്കുന്നു. 22 நாடுகளுக்கு நடுவில் இவன் இருக்கிறான். ഇതില് വീണ്ടും അടി വന്നു. இரண்டாவதும் ஒரு யுத்தம் வந்தது. 1967 ലോക ചരിത്രത്തിൽ 6 ദിന യുദ്ധം. ലോക ചരിത്രത്തിൽ 6 ദിന യുദ്ധം. ആമേൻ. ഉലക ചരിത്രത്തിൽ 6 വിധமான യുദ്ധങ്ങൾ. അതിന്റെ അറബ് ഇസ്രായേൽ വാർ. ആമേൻ. അറബ് ഇസ്രായേൽ വാർ എന്ന് சொல்லக்கூடிய യുദ്ധം നടന്നു. ബൈബിളും ചരിത്രവും. ആമേൻ. വേദത്തിൽ ഉള്ള அந்த சரித்திரம். ഇന്ന് രാത്രി ഇன்றைக்கு സിറിയ, ലെബനോൻ, ജോർദാൻ, ഈജിപ്ത്, എഗിപ്ത്, സൗദി അറേബ്യ ഇത്തരം രാജ്യങ്ങൾ ലോകത്തോട് പറഞ്ഞു ഇനി യൂത രാഷ്ട്രം കാണത്തില്ല. ഇவ்வளவு നാടുകൾ ചേർന്ന് യൂതർക്ക് വിരോധമായി സവാൽ വിട്ടത് ഇനി இந்த നാട് என்று இருப்பதில்லை. 400 ഫൈറ്റർ വിമാനങ്ങൾ, 400 പോർ വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിൽ കിടക്കുക. എഗിപ്തിനുடைய എയർപോർട്ടിൽ ഇരുന്നത്. ഇസ്രായേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ദേശം ജപിക്ക ആരംഭിച്ചത്. നമുക്ക് സന്തോഷമില്ലല്ലോ. யாருக்கும் சந்தோஷம் இல்லையா? പണ്ടൊരു അച്ചായൻ പ്രാർത്ഥിക്കാൻ വന്നു. അവൻ മുന്നാലെ ഒരു സഹോദരൻ ജപിക്ക വന്നാർ. നമ്മുടെ ഹാമാനെ അറിയത്തില്ലയോ? ஆமானே போல അങ്ങനെ ഒരാളെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ஆமான் என்று சொல்லக்கூடியவனை கேள்விப்பட்டிருக்கீங்களா? പുള്ളിക്കാരന് കസേര വേണം. ஆமென். அவனுக்கு நாற்காலி சேர் தேவை. ഇനോവ വേണം. அவனுக்கு நல்ல கார் தேவை. കൊട്ടാരത്തിൽ വലിയ ആളാകണം. அரண்மனையில பெரிய ஆளாக வேண்டும். ആ സമയത്ത് ഈ കൊട്ടാര വാതിക്ക പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്, മൊർദെഖായി. அப்போ அரண்மனை வாசல்ல நன்றாய் ஜெபிக்கிற ஒரு மனுஷன் இருந்தா, அவனுடைய பேர் மொர்தெகாய். ആർക്കും സന്തോഷമില്ല. யாருக்கும் முகத்திலும் சந்தோஷம் இல்லையா? ആമാൻ പ്രതിജ്ഞ എടുത്തു. ஆமான் ஒரு திட்டம் போட்டான். നല്ലൊരു കഴുമരം ഉണ്ടാക്കി. നല്ല ഒരു തൂക്കുമരം ഉണ്ട്. വാട്സാപ്പിനകത്ത് ഫോട്ടോ കണ്ടുകൊണ്ട് ഉച്ചക്ക് ഫ്രൈഡ് റൈസ് കഴിഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങി. ആമേൻ. അവനുക്ക് ഫോട്ടോவை എടുത്ത് வைத்து பார்த்து விட்டு சிரித்திருப்பான். ആമാന്റെ ഭാര്യയുടെ പേര് സേരസ്, നല്ല അമ്മാമ. ആമാനുடைய மனைவியுடைய பேர் சிரேஷ் என்பது. ഒരേ ബെഡിൽ കിടന്നിട്ട് പറഞ്ഞു, എന്താ ഹസ്ബൻഡ് ചിരിക്കുന്നത്? അവൾ കേൾக்கிறா, ஏன் சிரிக்கிறீங்க?
അപ്പൊ പറഞ്ഞ മോർദെഖായിയെ കഴുത്തിലേറ്റിട്ട് ഞാൻ പിന്നെ പിന്നെ അഹശ്വേരോശിന്റെ കൊട്ടാരം എന്റെ കയ്യിലാക്കും. அப்ப சொல்லுகிறான், நான் மொர்தெகாவை தூக்குல தொங்க விட்டு அகாஸ்வேருவினுடைய ராஜ்யத்திலே பெரிய ஆளாக போகிறேன். ഉടനെ ആ സഹോദരി പറഞ്ഞു, உடனே அந்த சகோதரி சொல்லுகிறாள், നീ മര്യാദയ്ക്ക് നിന്നോണം, நீ ஒழுங்காக இருந்து கொள். അവൻ ഒരു യഹൂദനാ, அவன் ஒரு யூதன். അവസാനം നിന്റെ കഴുത്തെ കുരുക്ക് വരാതെ നോക്കണം. கடைசியில உம்முடைய கழுத்துல வராதபடி பார்க்க வேண்டும். പാസ്റ്റർമാരെ, സഹോദരങ്ങളെ, எனக்கு என்னை கவனிக்கிற தேவ பிள்ளையே, ആ ചില കാര്യങ്ങൾ ഭാര്യമാര് പറയുന്നത് കേട്ടാൽ നല്ലതായില്ലേ, ചിലപ്പോ നമ്മൾ ചെന്ന് കുരുക്കി ചാടും. அவன் சில காரியங்களை மனைவிமார் சொல்லுகிறதை கேளாத பட்சத்தில் நாம் போய் பிரச்சனையில ஏற்பட்டு விடுவதுண்டு. എല്ലാം കേട്ട് കഴിഞ്ഞാൽ നീ കടവാവും, ബാങ്കിൽ നിന്ന് ലോണും ആവും. സ്വോത്രം അവിടെ കൊണ്ട് നിർത്താൻ, നാളെ യോഗം ഉണ്ടല്ലോ. அவர்கள் சொல்லுகிற எல்லாத்தையும் கேட்டா ஒருவேளை நீ கடன்காரன் ஆவாய், அநேக லோன் அடைக்க வேண்டியதும் வரும். അതുകൊണ്ട് ചില കാര്യം കേൾക്കണം. ஆகவே சில காரியங்களை மட்டும் கேட்க வேண்டும். മോർദെഖായി ഉപവസിക്കാൻ തുടങ്ങി. மொர்தெகாய் உபவாசித்து ஜெபிக்க ஆரம்பித்தான். സ്വർഗം എസ്തേറിനെ എടുത്തു. தேவன் எஸ்தரை தெரிந்து கொண்டார். എസ്തേർ രാജാവിന്റെ മുമ്പിൽ നിന്നു. எஸ்தர் ராஜாவுக்கு முன்னால நின்றாள். ചില കാര്യങ്ങൾ പറഞ്ഞു, சில காரியங்களை சொன்னாள். രാവിലെ എന്തോ ഇത്, காலையில் என்ன சம்பவித்தது? ഹാമാൻ കൊട്ടാരത്തിൽ കാറിനകത്ത് ചെന്നു. ஆமான் அரண்மனைக்குள்ள போனான். ഉടനെ നമ്മുടെ ചക്രവർത്തി അഹശ്വേരോശ് പറഞ്ഞു, அப்ப அகாஸ்வேரு ராஜா சொல்லுகிறார், ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്നു. நான் சில காரியங்களை செய்ய போகிறேன். അപ്പോൾ എന്തോ ചെയ്തു, என்ன ഹാമാനോട് சம்பவித்தது? പറഞ്ഞു, ചില കാര്യം എഴുതാൻ പറഞ്ഞു. ஆமானிடத்துல சொல்லுகிறார், நீ நோட் பண்ணு என்று എനിക്ക് சொல்லுகிறார். പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ പോവാന്ന്. நான் கனம் பண்ணுகிற மனுஷனுக்கு நான் சில காரியத்தை செய்ய போகிறேன். ഹാമാനോട് പറഞ്ഞു, അദ്ദേഹത്തിന് 2 വീട് എഴുതിക്കോളാൻ പറഞ്ഞു. ஆமானிடத்துல சொன்னா அவனுக்கு 2 வீடுன்னு எழுதி பார்க்கலாம். ഹാമാൻ 4 വീട് എഴുതി. அவன் 4 வீடுன்னு எழுதி இருப்பான். 2 കാർ എഴുതാൻ പറഞ്ഞു. 2 കാർ அவனுக்கு கொடுக்கணும். 4 എഴുതാൻ പറഞ്ഞു. அவன் 4ன்னு எழுதி இருப்பான். ചെന്നൈ 2 ഫ്ലാറ്റ് എഴുതാൻ പറഞ്ഞു. சென்னையில 2 பிளாட் எழுதுன்னு சொல்லி இருப்பான். എഴുതി കഴിഞ്ഞപ്പോ ഹാമാൻ ഒരു സംശയം, ഇത് ആർക്കാണ്? இதெல்லாம் எழுதி முடித்த போது ஆமானுக்கு ஒரு சந்தேகம், யாருக்காக இருக்கும்? ഹാമാൻ ചക്രവർത്തിയോട് ചോദിച്ചത്, ചക്രവർത്തി ആർക്ക് വേണ്ടിയാ ഇത് എഴുതുന്നത്? அப்ப ஆமான் கடைசில கேட்டிருப்பான், ராஜாவே இதெல்லாம் யாருக்கு? നമ്മുടെ കൊട്ടാരത്തിന്റെ വാതയ്ക്ക് ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ട്, അവന്റെ പേരാ മോർദെഖായി, ഇതെല്ലാം അവന് കൊടുത്തോളാൻ പറഞ്ഞു. வாசல் காக்கிற ஒரு பாவப்பட்டவன் இருக்கிறான், பேரு மொர்தெகாய், அவனுக்கு தான் இதெல்லாம் கொடு என்று சொன்னார். കണ്ടോ, പണ്ടൊരിക്കൽ முன்னால 2 പേർ കൊല്ലാൻ വന്നപ്പോൾ 2 பேர் கொலை செய்ய வந்தபோது കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്ന മോർദെഖായി, அதை அறிவித்தவன் தான் இந்த மொர்தெகாய். അവസാനം എന്തോ പറ്റി? கடைசில சம்பவித்தது என்ன? ആരാ സംഭവിച്ചത്? என்ன நடந்தது? ഹാമാൻ ഉണ്ടാക്കിയ ஆமான் உண்டு பண்ணின കഴുത്ത് കുരുക്കിനകത്ത് ആര് വീണ്? அந்த தூக்கு மரத்திலுடைய அந்த தூக்கு யாருக்கு விழுந்தது? മോർദെഖായിക്ക് വീണുന്നില്ല, மொர்தெகாய்க்கு விழவில்லை. അതാ പങ്കൊച്ച് പറഞ്ഞു, നീ ഒരു യഹൂദനോട് കളിച്ച വിവരം അറിയുമെന്ന്. அந்த ஸ்திரீ சொன்னது போல, நீ யூதனுக்கு விரோதமாய் விளையாடினால் நீ இந்தான் பிரச்சனை. യഹൂദൻ ആരാ? யூதன் யார்? அவன் സ്തുതിക്കുന്നവനാ, அவன் துதிக்கிறவன். 400 ഫൈറ്റർ കയറാൻ തുടങ്ങി. இப்பொழுது இந்த இஸ்ரவேலுக்கு விரோதமாய் 400 போர் விமானங்கள் ஏறுகிறது. പകലും ഇസ്രായേലിൽ ഉപവാസം തുടങ്ങി. ராப்பகலா இஸ்ரவேல் உபவாசித்து ஜெபித்தார்கள். 1967 ഒരു വൈമാനികനോട് സ്വർഗ്ഗം സംസാരിച്ചു. ஆமென். 1967 கர்த்தர் இடைபட ஆரம்பித்தார். ഒരു വൈമാനികൻ, ഒരു പൈലറ്റിനോട് സ്വർഗ്ഗം ഇടപെട്ടു. ஒரு பைலட்டோடு கர்த்தர் இடைபட ஆரம்பித்தார். എയർപോർട്ടിൽ പോകുമ്പോൾ റഡാർ കറങ്ങുന്ന കാണാം. എയർപോർട്ടിൽ റഡാർ. ஆமென். ஏர்போர்ட்ல ரேடார்கள் எல்லாம் வைத்திருப்பார்கள். കറങ്ങും, പ്ലെയിൻ വരുന്ന അനുസരിച്ച്. அது விமானத்திற்கு சிக்னல் கொடுக்கும்படியாய் சுற்றும். ശ്രീലങ്കയിൽ നിന്ന് വരുന്ന വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് റഡാർ വിളിച്ച് പറയും, പ്ലെയിൻ ഇപ്പൊ എത്ര സമയത്ത് ലാൻഡ് ചെയ്യുമെന്ന്. ஆமென். ஸ்ரீலங்காவிலிருந்து வருகிற ஒரு விமானம் திருவனந்தபுரத்தில் சேருகிறதற்கு 30 நிமிடங்களுக்கு முன்னால் அது சொல்லும். അത് ശംഖുമുഖത്ത് കറങ്ങുന്ന റഡാറാ പറയുന്നത്. சங்கமுகம் என்று சொல்லக்கூடிய இடத்துல வைத்திருக்கிறார்கள். റഡാർ. അതുപോലെ அதே போல വൈമാനികനോട് സ്വർഗ്ഗം ഇടപെട്ടു. இந்த விமானியின் மூலமாய் கர்த்தர் இடைபட ஆரம்பித்தார். 150 மீட்டர் ഉയരത്തിൽ 150 மீட்டர் 150 மீட்டர் உயரத்தில் പ്ലെയിൻ പറന്നാൽ റഡാറിൽ വരത്തില്ല. பிளேன் பறக்கும் என்று சொன்னால் அந்த சிக்னல் அது காண முடியாது. 4:30 സമയം காலையில் 4:30 மணிக்கு ഈജിപ്തുകാർ മുഴുവൻ எகிப்தியன் முழுவதும் 400 ഫൈറ്ററുമായിട്ട് 400 போர் விமானங்களோடு ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ இஸ்ரவேலை அவன் ஆக்கிரமிக்க ஆரம்பிக்கும் போது റഡാറിനകത്ത് വെളിപ്പെടാതെ ரேடார்ல பிடிபடாமல் ഇസ്രായേലിന്റെ 8 പോർ വിമാനങ്ങൾ இஸ்ரவேலின் 8 போர் விமானங்கள் ഈജിപ്തിന്റെ എയർപോർട്ടിനകത്ത് எகிப்தின் ஏர்போர்ட்டுக்குள்ள 400 വിമാനങ്ങളെ അടിച്ചിട്ട് ഒറ്റ പ്രഭാതത്തിൽ ஒரே காலையில 400 விமானங்களை உடைத்து போட்டது. അറബ് രാജ്യം ഞെട്ടിപ്പോയി. அரபு தேசம் அதிர்ந்து போனது. അവര് പറഞ്ഞു, ഇവനെ തൊടാൻ പറ്റത്തില്ല. அவர்கள் சொன்னாங்க, இவனை தொட முடியாது. അന്ന് അവരൊരു കാര്യം ചെയ്തു. அன்றைக்கு அவர்கள் ஒரு காரியம் செய்தார்கள். 674 കിലോമീറ്റർ ഉള്ള 674 കിലോമീറ്റർ ഉള്ള ജെറുസലേം അവർ പിടിച്ചെടുത്തു. യെരുസലേமை அந்த யுத்தத்திலே பிடித்தெடுத்தார்கள். രാത്രി കുഞ്ഞു വായിച്ചത്, இன்றைக்கு நாம் வாசிக்க கேட்டது, அந்த நாளில் ജെറുസലേമിന് യെരുസലേமை ചുറ്റുമുള്ള சுற்றிலும் இருக்கிற സകല ജാതികൾക്ക് எல்லா ஜாதிகளுக்கும் ഒരു ഭാരമുള്ള കല്ലാക്കി ഞാൻ വെക്കും. பாரமாக கல்லாக வைப்பேன். അന്തിമ യുദ്ധം യെരുസലേമിന്റെ വിഷയത്തിൽ. கடைசி யுத்தம் இந்த எருசலேமை சம்பந்தப்பட்ட
விதத்தில் ജെറുസലേമിന് 16 കാര്യം പ്രത്യേകത. ஆமென் 16 விதமான விசேஷித்த தன்மைகள் இந்த எருசலேமுக்கு உண்டு. നമ്പർ 1 முதலாவது നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. நீங்க வேண்டுமென்றால் குறிப்பெடுக்கலாம். ജെറുസലേം 16 കാര്യങ്ങൾ. எருசலேமை குறித்த 16 காரியங்கள். ഇത് വരാൻ പോകുക അന്ത്യകാലം. இது கடைசி நாட்களில் வர போகிறது. നമ്പർ 1 ഹോളി ലാൻഡ്. முதலாவது அது ஒரு புனித பூமி. ഹോളി ലാൻഡ്. முதலாவது புனித பூமி. രണ്ടാമത് 5000 വർഷം പഴക്കമുള്ള പട്ടണം. 5000 வருட பழக்கமுள்ள ஒரு பட்டணம். 3 ദാവീദിന്റെ പട്ടണം. மூன்றாவது அது தாவீதின் நகரம். 4 ലോകത്തിൽ 22 രാഷ്ട്രങ്ങളുടെ നടുവിൽ ജെറുസലേം. 22 நாடுகளுக்கு நடுவுல இருக்கக்கூடிய ஒரு பட்டணம். 5 ദേവാലയ കുന്നുകൾ. 5 தேவாலயம் இருக்கக்கூடிய குன்றுகள். ഇസ്ലാമിന്റെ ദേവാലയം. இஸ்லாமினுடைய தேவாலயம். അർമേനിയയുടെ പള്ളി. അർമേനിയരുടെ ആലയം. യേശുവിന്റെ അമ്മയുടെ മറിയയുടെ പള്ളി. യേശുവിന്റെ തായാകിയ മറിയാളുടെ ആലയം. ഇതെല്ലാം അവിടെ നിൽക്കുന്നു. ഇതെല്ലാം അങ്ങ് ഇരിക്കുന്നത്. ആറാമത്തെ കാര്യം. ആറാவது മക്ക മദീന കഴിഞ്ഞാൽ ആമേൻ മക്ക മദീന താണ്ടിനാൽ ഇസ്ലാമിയരുടെ പുണ്യ മതകേന്ദ്ര അൽ-അക്സ മോസ്ക് ഈ കോമ്പൗണ്ടിൽ ആമേൻ പുണ്യ സ്ഥലം എന്ന് சொல்லப்படக்கூடியது അങ്ങേ ഇരിക്കുന്നത്. അടുത്തത് ഏഴാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം മുസ്ലിം സഹോദരന്മാർ വിശ്വസിക്കുന്നു ഇസ്ലാമിയർ നമ്പുന്നത് പോലെ മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തത് പരമേറി പോനാറിന്റെ പാറയുടെ മുകളിൽ നിന്ന് ഒരു മലയ്ക്ക് ഒരു പാറയ്ക്ക് മേലെ അതിന്റെ പേര് ഡോം ഓഫ് ദ റോക്ക്. അതിന്റെ പേര് ഡോം ഓഫ് ദ റോക്ക് എന്നത്. ഇതേ ഇസ്രായേലിൽ, അതും ഇതേ യെരുസലേം പട്ടണത്തിൽ. അത് കഴിഞ്ഞ് എട്ടാമത്തെ കാര്യം. യേശു വിധേയപ്പെട്ട കോടതികൾ ഇതേ പട്ടണത്തിൽ. യേശു വിസാരിക്കപ്പെട്ട നീതിമன்றങ്ങൾ അതേ പട്ടണത്തിൽ. ഒൻപതാമത്തെ കാര്യം ക്രൂശ് ചുമന്നു പോയ കിദ്രോൻ തോട് ഇതേ ജെറുസലേമിൽ. അവൻ യേശു സിലുവയെ சுமந்து போன போது உள்ள அந்த கெதரோன் ஆறு அந்த இடத்துல இருக்கிறது. பத்தாவது காரியம் അരിമത്യക്കാരനായ യോസേപ്പിന്റെ കല്ലറ ഇതേ പട്ടണത്തിൽ. അരിമത്യ ഊരാനാകിയ യോസേപ്പിന്റെ കല്ലറയും അതേ പട്ടണത്തിൽ. 11ാമത്തെ കാര്യം 11 യേശുവിന്റെ അമ്മയുടെ കല്ലറ ഇതേ ജെറുസലേമിൽ. യേശുവിന്റെ തായാകിയ മറിയാളുടെ കല്ലറ അതേ നഗരത്തിൽ. 12ാമത്തെ സംഭവം 12 യേശുവിന്റെ ഡെഡ് ബോഡിയിൽ തൈലലേപനം നടത്തിയത് ഇതേ ജെറുസലേമിൽ. യേശുവിന്റെ ശരീരം അവൻ സുഗന്ധ വാസന ഉള്ള പൊരുൾകളാൽ പൺപടുത്തപ്പെട്ടത് അങ്ങേതാണ്. 60 പ്രാവശ്യം യുദ്ധം നടന്ന സ്ഥലം. 60 മുறை യുദ്ധത്തെ സന്ധിத்த ഇടം. 43 പ്രാവശ്യം ജനത്തെ ഒഴിപ്പിച്ച സ്ഥലം. 43 മുறை ജനങ്ങളെല്ലാം അങ്ങിരുന്ന് വെളിയേറ്റപ്പെട്ട ഇടം. 23 പ്രാവശ്യം 23 മുறை മുറിവേറ്റ സ്ഥലം. അവൻ ഉടയ്ക്കപ്പെട്ട ഇടം. 17ാമത്തെ സംഭവം 17 ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. നേറ്റയ്ക്ക് ഞാൻ ചൊന്നതുപോലെ യഹൂദന്റെ വിടുതലിന് വേണ്ടി യൂതനുടെ വിടുതലയ്ക്ക് തിയോഡർ ഹെർസൺ എന്ന് പറയുന്ന തിയോഡർ എന്ന് ചൊല്ലக்கூடிய ഒരു വിജ്ഞാനി ജേർണലിസ്റ്റ് ഒരു വിജ്ഞാനി അവന്റെ കല്ലറയും ഇതേ പട്ടണം. അവൻ പാടുപെട്ട ഒരു വിജ്ഞാനിയുടെ കല്ലറയും அந்த இடத்துல இருக்கிறது. അതായത് യേശു പറഞ്ഞു, യേശു ചൊന്നത് അന്ത്യകാലത്ത് അത്തി തളിർക്കുമ്പോൾ കടൈസി നാളുകളിൽ അത്തി തുളിർ വിടുമ്പോൾ ഒരു വേനൽ വരുമെങ്കിൽ ഒരു വസന്തകാലം വരുമെന്നാൽ യെരുസലേമിന്റെ വിഷയത്തിൽ യെരുസലേമിനെ പൊറുത്തവരെ സക്കറിയാവ് എഴുതിയ 2 കാര്യം ശരിയായി. സക്കറിയ എഴുതിന 2 കാര്യം സംഭവിച്ചത്. ഒന്ന് ഭാരമുള്ള ഒരു കല്ല്. ഒന്ന് യെരുസലേമെ ഭാരமான കല്ലാக வைப்பேன். 2 പരിഭ്രമ പാത്രം. இன்னொன்று தத்தளிப்பின் பாத்திரமாய் வைப்பேன். മൂന്നാമത്തെ തല. மூன்றாவது ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. அதற்கு எதிராக கூட்டம் கூடுவார்கள். ഇന്ന് രാത്രി സജു ചാത്തന്നൂർ എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നു? இன்னைக்கு ஏன் சஜு சாத்தனூர் இதை பிரசங்கம் பண்ணுகிறார்? അമേരിക്കയിൽ ഒരു വായാടി പ്രസിഡന്റ് വന്നു. അമേരിക്കയിൽ ഒരു വായാടി പ്രസിഡന്റ് വந்தார். അവന്റെ പേര് ഡൊണാൾഡ് ട്രംപ്. അവരുടെ പേര് தான் ഡൊണാൾഡ് ട്രംപ്. അവൻ ടെൽ അവീവിനെ മാറ്റി ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. യെരുസലേമെ ഇസ്രായേലിൻ തലനഗരமாக അംഗീകരിத்தார். The capital city of Israel, that means Jerusalem. ആമേൻ. ഇനി മുതൽ ഇസ്രായേലിൻ തലനഗരം യെരുസലേം എന്ന് മാറ്റിനാർ. അത് കഴിഞ്ഞിട്ട് അതற்கு പിൻപു ട്രംപിന്റെ മകൾ വന്നു. ട്രംപിനുടെ മകൾ വന്ന് അവളുടെ പേര് ട്രംപിന്റെ മകൾ ഏഞ്ചൽ. അവളുടെ ഭർത്താവിന്റെ പേര് ജാരേദ് കുഷ്നർ. ആമേൻ. அந்த ട്രംപിനുடைய മരുമകളുടെ പേര് ജാരേദ് என்பது ഇവാങ്കലിൻ. ട്രംപിന്റെ മകളുടെ പേര് ഇവാങ്കലിൻ. സംശയമുണ്ട്, ഫോട്ടോ തരാൻ നിൽക്കുന്നു. ട്രംപിനുടെ മകളുടെ പേര് ഇവാഞ്ചൽ என்பது. ഇവാങ്കലിൻ അവളുടെ ഭർത്താവ് ജാരേദ് കുഷ്നർ യഹൂദൻ. ആമേൻ. അവളുടെ പുരുഷൻ യാരേദ് എൻകக்கூடிய ഒരു യൂതൻ. മലയാള ലോകം വിട്ടുനിന്നു പാസ്റ്റർ. ആമേൻ. ഉലകമേ അതിർന്നു പോന കാര്യം. ജെറുസലേമിൽ യുഎസ് എംബസി തുറന്നു. യെരുസലേം പട്ടണത്തിലെ അമേരിക്ക ദേശത്തിന്റെ എംബസിയെ മാറ്റി ആരംഭിத்தார்கள். എന്തിനു വേണ്ടി? ഇതെല്ലാം എதற்காக? ഒന്ന് യഹൂദൻ ഒരു ആലയം. ഒന്ന് യൂതനുക്ക് ഒരു ആലയം കെട്ടപ്പെട வேண்டும். മൂന്നാം ലോക മഹായുദ്ധം. இன்னொன்று மூன்றாவது உலக மகாயுத்தம். ഗിലെയാദ് സഭയെ കാലം സമീപമായി. കാലം നെരുങ്ങി വന്നിരിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചു. ദേവരാജ്യം സമീപമായിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ
സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. மனம் திரும்பி சுவிசேஷத்துல திரும்பி வா. യേശു വരാൻ കാലമായി. இயேசு வர சமீபமாயிற்று. പ്രവചനങ്ങൾ നിവർത്തിയായി. தீர்க்க தரிசனங்கள் நிறைவேறுகிறது. അടുത്തത് ഇസ്രായേൽ ജൂതരാഷ്ട്രമായി മാറി. ஆமென். பின்பு இஸ்ரவேல் யூதருடைய நாடாய் மாறியது. കിടക്കുന്നു യുണൈറ്റഡ് നേഷൻസിനകത്ത്. ஆமென். ஐக்கிய நாடுகள் சபையில் ഇന്ന് പറയുന്നു, ஆமென், இன்றைக்கு சொல்லுகிறார்கள், only one of the country Jewish nation, that means Israel. இஸ்ரேல் ஜூதராஷ்டிர. யூதர்களுடைய தேசம் தான் யூத இஸ்ரவேல் என்று அறிவித்து விட்டார்கள். இனி யாருக்கும் இது இல்ல. ஆமென். இனி யாருக்கும் இப்படிப்பட்ட காரியங்கள் கிடைப்பதில்லை. 674 கிலோமீட்டர் அவന്റെ கையில். ஆமென். இன்றைக்கு அவர்களுக்கு கிடைக்காமல் இருந்த அந்த 674 கிலோமீட்டரும் அவர்களுக்கு கிடைத்திருக்கிறது. கோவிட் காலத்து, இந்த கோவிட் நாட்களில் இன்று ராத்திரி പറയണം, இன்னைக்கு நீங்கள் யோசித்து சொல்ல வேண்டும், அக்கமிட்டு പറയണം, நீங்கள் எண்ணி எண்ணி சொல்ல வேண்டும். அவன் ஒரு பாரமுள்ள கல்லாய், அவன் ஒரு பாரமான கல்லாக அவன் ஒரு வைக்கப்பட்டிருக்கிறான். பரிபிரம பாத்திரமாய் ட்ரம்பு வழி அவன் ஒரு தத்தளிப்பின் பாத்திரமாய் மாறி இருக்கிறான். இனி അതിനെതിരെ ஜாதிகள் விரோதமாய் கூடி வரும். அதான் பிரசங்கம். ஆமென். அதற்கு விரோதமாய் இனி ஜாதிகள் கூட்டம் கூட போகிறார்கள். എങ്ങനെ ஜாதிகள் கூடமாய் വരും? எப்படி ஜாதிகள் அவர்களுக்கு விரோதமாய் கூடுவார்கள்? ശ്രദ്ധയോടെ ദൈവത്തിന്റെ വചനം നിങ്ങൾ മനസ്സിലാക്കണം. கவனமாய் வசனத்தை புரிந்து கொள்ளுங்க. ഈ കോവിഡ് കാലത്ത് இந்த நாட்களில നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. நீங்கள் புரிந்து கொள்ள வேண்டிய காரியம், ഇസ്രായേലിന്റെ അതിർത്തി 3 സ്ഥലങ്ങൾ. இஸ்ரவேலுக்கு எல்கைகளாக 3 இடங்கள். ഒലിവുമലയുടെ മറുവശം കടന്നാൽ, ஒலிவமலையினுடைய மறுபக்கத்தம் தாண்டினால் അതിന്റെ പേരാ സയീർ പർവ്വതം. அதனுடைய பேர் தான் சேயீர் பர்வதம். അത് ഏശാവിന്റെ മക്കൾ. அது அங்கே தங்குகிறது ஏசாவின் பிள்ளைகள். അത് പലസ്തീൻ ജനത. அதுதான் பாலஸ்தீன தேசம். അവിടെ 3 പട്ടണം ഇരിക്കുന്നത്. அங்கே 3 பட்டணங்கள் உண்டு. ഒന്ന് റമല്ല, ஒன்று ரபல்லா, അടുത്തത് ശമരിയ, இன்னொன்று சமாரியா, ഒന്ന് ജൂഡിയ, இன்னொன்று யூதேயா. ഇസ്രായേലിന്റെ അതിർത്തി ആഷ്കലോൻ. ഇസ്രായേലിന്റെ അതിർത്തി ആഷ്കലോൻ. இஸ்ரவேலுடைய அந்த எல்கையினுடைய பேர் ஆஷ்கலோன். അതിന്റെ അപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിൽ அந்த எல்கைக்கு பக்கத்துல மெடிட்டரேனியன் கடல், വേറൊരു സംഘമുണ്ട്. അതിന്റെ പേരാ ഗാസ. அந்த மத்தியதரை கடல் பக்கத்துல இருக்கிற ஒரு கூட்டம் உண்டு, காசா எல்கை. കഴിഞ്ഞ റംസാൻ മാസത്തിനകത്ത് கடந்த ரம்ஜான் மாசத்திலே നിങ്ങൾ കണ്ടില്ലേ, நீங்க பார்த்திருப்பீங்க, ഇസ്രായേൽ പാലസ്തീൻ സംഘട്ടനം. இஸ்ரவேலுக்கும் பாலஸ்தீனுக்குமான அந்த பிரச்சனை ഒരു അന്ത്യകാലം ലോകത്തിൽ. ஒரு கடைசி நாட்கள் நெருங்குகிறது. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. வசனத்தை புரிந்து கொள்ளுங்க. പലസ്തീന്റെ രാഷ്ട്രീയ നേതാവായിരുന്നു യാസർ അറാഫത്ത്. ஆமென். பாலஸ்தீனுடைய தலைவராக இருந்த யாசர் அராஃபத், അവർ മാറിയതിനു ശേഷം அவர் മാറിன பின்பு പാലസ്തീനകത്ത് பாலஸ்தீன் தேசத்தில் ഒരു സൈന്യം വന്നു. ஒரு சேனை வந்தது. അതിന്റെ പേര് ഹമാസ്. அங்கு அவருடைய பேர் தான் ஹமாஸ். ഇസ്ലാമിന്റെ ബ്രദർഹുഡായ സംഘടന ഹമാസ്. இஸ்லாமுடைய சகோதர சங்கமாக இருக்கக்கூடிய ஹமாஸ் இயக்கம். പാസ്റ്റർ അവർക്ക് 2 ബ്രിഗേഡ്. அவர்களுக்கு 2 தன்மைகள். അൽ-അക്സ ബ്രിഗേഡ്, ஒன்று அல்-அக்ஸா என்று சொல்லக்கூடிய கூட்டம், രണ്ടാമത് അൽ-ഖയ്യൂം ബ്രിഗേഡ്. இன்னொன்று அல்-கயா என்று சொல்லக்கூடிய பிரிகேட். അവർ ഇസ്രായേലിനെ ആക്രമിക്കുക. அவர்கள் இஸ்ரவேலை தாக்க முயற்சி, അവർ ജെറുസലേമിനെ അറ്റാക്ക് ചെയ്യുക. அவர்கள் எருசலேமை தாக்க முயற்சி. പത്രത്തിനകത്ത് കഴിഞ്ഞ റംസാൻ മാസത്തെ ഗാസയിൽ നിന്ന് റോക്കറ്റ് വന്നെന്ന് പത്രവാർത്ത കേട്ടവരെന്ന് കൈ ഉയർത്താം. கடந்த ரம்ஜான் மாசத்துல காசாவிலிருந்து அநேக அவன் ராக்கெட் வெடிகுண்டுகள் வந்து விழுந்ததை எத்தனை பேர் வாசித்தீங்க? ആരും കൈ ഉയർത്തുന്നില്ല. അയ്യോ, തമിഴ്നാട്ടിൽ ആരും ടി വി പാക്കാതെ, நீங்க யாரும் நியூஸ் பாக்குறது இல்லையா? അയ്യോ, ഇത് ഇവിടെ എത്ര ചാനൽ ഇരിക്കുന്നത്, പത്രിക വായിക്കാതെ, எத்தனை செய்தித்தாள்கள் வருகிறது, ടച്ച് ഫോണും ഇരിക്കാതെ, உங்களுக்கு டச் போன் கையில இல்லையோ? അരുമயான മക്കൾ, ഹല്ലേലൂയ. ஆமென். TPM-ലെ പാസ്റ്റർക്കാൽ വിശുദ്ധന്മാർ ദൈവം അനുഗ്രഹിക്കട്ടെ. TPM പാസ്റ്ററിനെക്കാളും നല്ല ആൾക്കാർ. ഇവരാരും ടി വി പാക്കാതെ, പത്രം നോക്കാതെ, ടച്ച് ഫോൺ നോക്കാതെ, നല്ല TPM ஊழியக்காரங்களோட நீங்க ரொம்ப நல்ல ஆட்கள் நினைக்கிறேன். டச் போன் யூஸ் பண்ண மாட்டீங்க, நியூஸ் பார்க்க மாட்டீங்க, ரொம்ப நல்ல ஆட்கள். അന്ത്യ പ്രസംഗമായി പറയുന്നത്, கடைசி பிரசங்கத்தை உங்களுக்கு சொல்லுகிறேன். കഴിഞ്ഞ കോവിഡ് കാലത്ത് கடந்த கோவிட் நாட்களில் നിങ്ങൾ മനസ്സിലാക്കണം, நீங்க புரிந்து கொள்ளுங்க, ഇനിയുള്ള 4 പ്രവചനം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ஆமென். இதுவரைக்கும் சொல்லப்பட்ட 4 தீர்க்க தரிசனம் நிறைவேறினதை நான் தெளிவாய் கண்டிருக்கிறோம். അതാണ് അന്ത്യകാലം. அது கடைசி நாட்களின் அடையாளம். First of all, we are thinking that Jerusalem is a drunken cup of all nations. പരിഭ്രമ പാത്രമുള്ള കല്ല്. முதலாவது சொல்லப்பட்டது போல இஸ்ரவேல் தேசத்தை எல்லா ஜாதிகளுக்கும் ஒரு தத்தளிப்பின் பாத்திரமாக வைப்பார். അത് മാത്രമല്ല, അത് ഭാരമുള്ള കല്ല്. அது மட்டுமல்ல, அது ஒரு பாரமான கல்லாக மாற்றப்படும். അതിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. இப்போது இன்னொரு தீர்க்க தரிசனம் நிறைவேற வேண்டியது இருக்கிறது. ஜாதிகள் அதற்கு விரோதமாய் கூட்டம் கூடுவார்கள். എങ്ങനെ കൂടും? எப்படி கூடுவார்கள்? പറയാം. ഈ കോവിഡ് കാലത്ത്, இந்த நாட்களில, കോവിഡ് കാലത്ത് இந்த கோவிட் நாட்களில் നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. நீங்க புரிந்து கொள்ள வேண்டிய காரியம், 4 അറ്റാക്ക് ഒറ്റ സമയം നടന്നു. 4 தாக்குதல்கள் நடந்தது ஒரே நேரத்தில். எப்படி நடந்தது? വായിക്കാം ആമോസിന്റെ പ്രവചനം. ஆமோஸ் தீர்க்கதரிசன புத்தகம். ഇനി എല്ലാ പ്രവചനം ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. യുദ്ധം വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. ആമോസിന്റെ പ്രവചനം ஆமோஸுடைய தீர்க்கதரிசன 1-ാം புத்தகம் അധ്യായം 1வது அதிகாரம் 6,
6 7 7 8 8 9 വാക്യങ്ങൾ വസനങ്ങൾ 6ல இருந்து 9வது வசனம் வரைக்கும் വായിച്ചാട്ട് ആമോസിന്റെ പ്രവചനം. கர்த்தர் சொல்லுகிறது என்னவென்றால் കർത്തൻ சொல்லுகிறது എന്തെന്നാൽ അടുത്തത് காத்சாவினுடைய 3 பாதகங்களின் மித்தமும் അടുത്തത് 4 பாதகங்களின் மித்தமும் 4 അതിക്രമം നിമിത്തം 4 അതിക്രമം നിർത്തുക. അടുത്തത് நான் அதன் ஆக்கினையை திருப்ப மாட்டேன், ഞാൻ അതിന് ന്യായം വിധിക്കും. അടുത്ത വാക്യം ആമോസ് 1 6 7 8 9 വായിച്ചാട്ടെ. அவர்கள் சிறைப்பட்டவர்களை ஏதோமியரிடத்தில் ஒப்புவிக்கும்படி അതാണ്ട് മലയാളം ഒന്ന് പറഞ്ഞാട്ടെ. കുഞ്ഞു വായിക്കുമ്പോ അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞാട്ടെ. ഒന്ന് വായിച്ചാട്ടെ മോളെ. முழுதும் சிறையாக்கினார்களே. ഇതിന്റെ മലയാളം ഒന്ന് പറഞ്ഞാട്ടെ. ഈ കുഞ്ഞു വായിക്കുന്നതിന്റെ കറക്റ്റ് ആയിട്ട് அந்த കുഞ്ഞ് തമിഴിൽ പേசுகிறது. പാസ്റ്റർ വന്ന് അതിന്റെ മലയാളം ഒന്ന് ചൊല്ലിയാട്ടെ. திரும்ப வாசிங்க அந்த വചനം 6 തൊട്ട് നില ക്ലിയർ ആവാനാട്ടെ. ഇത് പ്രവചനമല്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അടുത്തത് ആദ്യം ആമോസിന്റെ ചാപ്റ്റർ 1 വേഴ്സ് 6. கர்த்தர் சொல்லுகிறது என்னவென்றால் പറഞ്ഞോട്ടെ. പാസ്റ്റർ പറഞ്ഞോ. கர்த்தர் சொல்லுகிறது நான் வாசிக்கவா? മലയാളത്തിൽ പറഞ്ഞോ. മലയാളത്തിൽ പറഞ്ഞു പാസ്റ്റർ. മലയാളത്തിൽ പറഞ്ഞു. അവര് താൻ തമിഴിൽ പേசுகிறது. പാസ്റ്റർ മലയാളത്തിൽ പറ. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഒരിക്കൽ കൂടി വൺ മോർ ടൈം. கர்த்தர் சொல்லுகிறது என்னவென்றால் മലയാള ബൈബിൾ പാസ്റ്ററിലുണ്ട്, വായിക്കാൻ പറ. മലയാളം വായിക്കുവോ? അല്ല, പാസ്റ്റർ മലയാളത്തിൽ പറഞ്ഞോ. അന്ന് കുളന്ത വായിക്കുന്ന മലയാളം അങ്ങനെ വരത്തില്ല. തമിഴ് മലയാളത്തിനെ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നെ 1 6 7 8 9 ഒരിക്കൽ കൂടി വായിരും മക്കൾ വായിരും. கர்த்தர் சொல்லுகிறது என்னவென்றால் സ്വർഗ്ഗം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് காத்சாவினுடைய 3 பாதகங்களின் மித்தமும் ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അടുത്തത് 4 பாதகங்களின் மித்தமும் 4 അതിക്രമം ഇസ്രായേലിനെതിരെ വരും. 4 അതിക്രമം. അടുത്തത് நான் அதன் ஆக்கினையை திருப்ப மாட்டேன், ഞാൻ അതിനകത്ത് തീപ്പന്തത്തെ അയക്കും, അഗ്നി. അടുത്തത് அவர்கள் சிறைப்பட்டவர்களை അവരുടെ സിറയപ്പെട്ടവർകളെ ஏதோமியரிடத்தில் ஒப்புவிக்கும்படி ഏദോമിന്റെ മക്കൾ അഥവാ യേശാവിന്റെ മക്കൾ ആക്രമിക്കും. അടുത്തത് முழுதும் சிறையாக்கினார்களே. അടുത്തത് காத்சாவின் மதிலுக்குள் ഗസ. കൈ ഉയർത്തിയാട്ടെ. ഇതിന്റെ പേരാ ഗസ. இங்க தெளிவாய் அதனுடைய பெயர் உட்பட சொல்லப்பட்டிருக்கிறது. காசாவின் மதிலுக்குள் தீ கொளுத்துவேன். മാസയുടെ മതിലിനകത്ത് തീ വരും. ஆமென். காசாவின் எல்லைக்குள்ள தீ கொளுத்துவேன். അടുത്ത വാക്യം വായിച്ചാട്ട് മോളെ. அது அதனுடைய அரண்மனைகளை பட்சிக்கும். ഈ ഇസ്രായേൽ പലസ്തീൻ മോളെ വാക്യം മാറ്റരുത്, പ്രവചനമാ. ഈ ഇസ്രായേൽ പലസ്തീൻ സംഘടന നിങ്ങൾ കണ്ടപ്പോൾ പലസ്തീനിലെ ഗാസയിലെ കെട്ടട ഇടിഞ്ഞു വീഴുന്നത് മൊബൈലിനകത്ത് എത്ര പേര് കണ്ട്? കരമൊന്ന് ഉയർത്തിയാട്ടെ. நியூஸ்ல இஸ்ரவேல் தாக்கி அந்த காசா எல்கையில கட்டடம் உடைக்கப்பட்டது நியூஸ் பாத்தீங்க. அது அரண்மனைகளை இடிச்சு കളയും. அது அரண்மனைகளை உடைத்து போடும். അടുത്ത വാക്യം, അടുത്ത വസനം. நான் குடிகளை அஸ்தோத்திலும், അസ്തോദ് ഇസ്രായേലിന്റെ അതിർത്തി സ്ഥലം അസ്തോദിലും செங்கோல் செலுத்துகிறவனை അസ്കലോനിലും. അഷ്കലോൺ ഇസ്രായേലിന്റെ സ്ഥലം അഷ്കലോൺ. അവിടെ ആ മലയാളി നേഴ്സ് മിസൈൽ വീണ് തട്ടിപ്പോയത്. അങ്ങനെ വല്ലതും വായിച്ചായിരുന്നോ? മലയാളി നേഴ്സ് அந்த இடத்துல தான் கேரளாவில இருந்து ஒரு நர்ஸ் அந்த ராக்கெட் வெடிகுண்டு விழுந்த போது மரித்து போன சம்பவம் நடந்தது. அஷ்கலோன். அது அஸ்கலோன் என்று சொல்லக்கூடிய இடத்துல வைத்ததான். இஸ்ரேலிலுണ്ട് ബൈബിൾ. അടുത്തത് இராதபடிக்கு சங்காரம் பண்ணி. അടുത്തത് பெலிஸ்தீரில் மீதியானவர்கள் பெலிஸ்தியா ദേശത്തിൽ ആക്രമണം ഉണ്ടാകും. ആമേൻ. பெலிஸ்தியா ദേശത്തിലെ താക്കുതൽ ഉണ്ടാകും. ഇന്ന് രാത്രി, ഇന്നേക്ക് രാത്രിയില്, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുന്നേ ആട്ടിടയനായ ആമോസ് പറഞ്ഞു, ഒരു മേപ്പനായിരുന്ന ആമോസ് சொன்னது, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേலை தொடர்புடைய വിധത്തിൽ ഗാസ മതിലിനകത്ത് കാസാവിൻ എല്ലയ്ക്കുള്ളേ ഇസ്രായേലിന്റെ വിമാനം ബോംബയക്കുമെന്ന്, ആമേൻ, ഇസ്രായേലിൻ വിമാനം വെടികുണ്ടേ പോടുമെന്ന്, അരമനകൾ തകർക്കുമെന്ന്, அரண்மனைகள் உடைக்கப்படுமென்று, കെട്ടിടങ്ങൾ തകരുമെന്ന്, കട്ടടങ്ങൾ ഉടയുമെന്ന്, തിരിച്ച് അഷ്തോദിലും ആഷ്കലോനിലും റോക്കറ്റ് ഗാസ അടിക്കുമെന്ന്, திரும்ப அஸ்தோத்திலும் அஸ்கலோனிலும் இந்த வெடிகுண்டு பிரச்சனை ஏற்படும் என்று ഇതാ ദൈവദാസന്മാരെ പ്രവചനം. ആമേൻ. ദീർഘദർശനം ഉറയ്ക്കപ്പെട്ട ഇതുதான் ദീർഘദർശനം. ഈ കോവിഡ് കാലത്ത് നിങ്ങൾ തമിഴ്നാട്ടിലെ സൺ ടിവിയിൽ ഈ വാർത്ത കണ്ടിട്ട് പറയണം, എന്റെ യേശു വരാറായി. இப்படிப்பட்ட செய்திகளை உங்கள் சன் டிவில பார்க்கும்போது நீங்க சொல்ல வேண்டும், இயேசு வரப்போகிறார். BBC കണ്ടിട്ട് പറയണം, യേശു വരാറായി. BBC நியூஸை பார்த்து சொல்ல வேண்டும், இயேசு வரப்போகிறார். CNN കണ്ടിട്ട് പറയണം, ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. CNN பார்த்து சொல்ல வேண்டும், எங்களுடைய தீர்க்கதரிசனம் இதோ நிறைவேறுகிறது. ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കാൻ പോകുന്നു. ஆமென். இஸ்லாமிய நாடுகள் இஸ்ரவேலுக்கு விரோதமாய் எழும்ப போகிறது. ഈ ഗാസ ഏതാണെന്നറിയാമോ? இரண்டாவது இந்த காசா எது தெரியுமா? നമ്മുടെ ഫിലിപ്പോസ് ഉപദേശി പോയ ഗസയാ ഗാസ. நம்ம பிலிப்பு ஊழியக்காரன் போன இடம் தான் இந்த காசா. പണ്ട് ശിംശോനെ അറിയാമോ? சிம்சோனை கேள்விப்பட்டிருக்கீங்களா? സാംസന്റെ കണ്ണ്, அவன் சிம்சோனுடைய கண்ணு കുത്തി തുളച്ചത് ഇതേ ഗാസയിൽ. அவன் இந்த காசாவில் வைத்து தான் பிடுங்கப்பட்டது.
ഇത് ഏശാവിന്റെ മക്കൾ, இது ஏசாவுடைய பிள்ளைகள். ബൈബിളും ചരിത്രവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങാൻ. வேதத்தையும் சரித்திரத்தையும் புரிந்து கொண்டுதான் இங்கிருந்து போக வேண்டும். അടുത്ത രണ്ടാമത്തെ പ്രവചനം ഗാസ. அடுத்த தீர்க்க தரிசனம் காசாவை குறித்து. സെഫന്യാവ് செப்பனியாவின் புஸ்தகம் രണ്ടാം അധികാരം 2வது அதிகாரம் 4 4 5 5 6 6 7 4 7 വரைക്കും ഉള്ള ഈ വചനങ്ങൾ. കോവിഡ് കാലത്ത് നടന്ന സംഭവം ഇതല്ല. இந்த கோவிட் நாட்கள்ல நடந்த சம்பவம் இது. യേശു വരാറായി. യേശു வரப்போகிறார். സെഫന്യാവ് 2 4 5 6 7 വായിക്കാൻ മോളെ. செப்பனியா புஸ்தகம் 2 4 2வது அதிகாரம் 4 7 வரைக்கும். വായിച്ചാട്ടെ. காட்சா குடியேற்று ഗാസ, വീണ്ടും കണ്ടോ ഗാസ. അടുത്തത് அஸ்கலோன் பாழாகும், അസ്കലോൻ, ഇസ്രായേൽ അസ്കലോൻ. അടുത്തത് அஸ்தோத்தை പട്ടപകലിലെ അസ്തോദിൽ പടക്കടിപ്പാர்கள். പകലും മിസൈൽ വീഴുവന്ന് ഇതാ എഴുതിയിരിക്കുന്ന അസ്തോദിൽ. മലയാളികളെല്ലാം ഓടുന്നു, ബോംബിന്റെ സൈറൺ മുഴങ്ങുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. எக்ரோன் வேரோടെ பிடுங்கப்படும், എക്രോൻ, ഇസ്രായേലിന്റെ അതിർത്തിയായ എക്രോൻ, അത് കിടുങ്ങും. അടുത്തത് சமுத்திரக்கரை കുടികളാകിയ സമുദ്ര തീരത്തുള്ള ക്രേത്യ ജാതി. അടുത്തത് கிரேத்தியருக்கு ஐயோ, ക്രേത്യർക്ക് അയ്യോ കഷ്ടം പലസ്തീന്. അടുത്തത് பெலிஸ்தியரின் தேசமாகிய கானானே, ഫെലിസ്ത്യരുടെ ദേശമായ കനാനെ. അടുത്തത് கர்த்தருடைய வார்த்தை உனக்கு விரோதமாய் இருக்கிறது, കർത്തരുടെ വാർത്ത നിനക്ക് ഫെലിസ്ത്യ ദേശത്തിന് വിരോധമായിരിക്കുന്നു. അടുത്തത് இனி உன்னில் குடியில்லாதபடிக்கு ഇനി നിങ്ങൾ എഴുന്നേൽക്കാതെ உன்னை அழிப்பேன், ഉന്നെ അഴിപ്പേൻ. சமுத்திரக்கரை தேசம் സമുദ്രത്തിലെ ദേശം மெய்ப்பர் தங்கும் குடில்களும். മതി. ഇതാ ഇസ്രായേൽ ഗാസ ആക്രമണം. இது இஸ்ரவேல் காசா தாக்குதலை பற்றி உள்ள தீர்க்க தரிசனம். കാര്യം പിടികിട്ടിയോ? காரியம் புரிந்ததா? അന്ന് அன்றைக்கு പലസ്തീനിൽ നിന്ന് பாலஸ்தீன் தேசத்துல ഗാസയിലെ ഹമാസ് காசாவின் ஹமாஸ் இயக்கம் ആദ്യം മിസൈൽ അയക്കുന്ന 80-120 കിലോമീറ്ററേ ഉള്ളൂ. முதல்ல அவன் மிசைல் அனுப்புகிறது 80-120 கிலோமீட்டருக்கு ഈ தான். കുഞ്ഞു വായിച്ചത് ഏതാ? இந்த பிள்ளை வாசித்தது என்ன? അഷ്കലോൻ, அஸ்கலோன், അസ്തോദ്, அஸ்தோத், എക്രോൻ, எக்ரோன், ലോദ്. லோத் என்று சொல்லக்கூடிய இடம். ഇത് 4 ഇസ്രായേലിന്റെ അതിർത്തി. இது இந்த 4 பகுதிகள் தான் பாலஸ்தீனத்திற்கும் இஸ்ரவேலுக்கும் உள்ள எல்கை பகுதிகள். ജ്ഞാനത്തോടെ നിങ്ങൾ കേൾക്കണം. நீங்கள் தெளிவாய் கவனிங்க. ഇത് മാത്രമല്ല, அது மட்டுமல்ல, ഈ ഏപ്രിൽ മാസത്തിൽ இந்த கடந்த ஏப்ரல் மாசத்தில் 250 കിലോമീറ്റർ ദൂരം 250 கிலோமீட்டர் தூரம் வரைக்கும் ജെറുസലേമിൽ, எருசலேமுக்குள்ள, ഇസ്രായേലിന്റെ മെയിൻ സിറ്റിയിൽ, இஸ்ரவேலுடைய அந்த முக்கிய நகரத்துல പലസ്തീന്റെ മിസൈൽ വീണു. பாலஸ்தீன் தேசத்தினுடைய அந்த ராக்கெட் வெடிகுண்டுகள் விழுந்தது. സക്കറിയാവിന്റെ പ്രവചനം നിവർത്തിയായില്ലേ? சகரியா தீர்க்கதரிசனம் இங்க நிறைவேறினதுதானே? அந்த நாளில் ஜெருசலேமிനെ, எருசலேமை பாரமுள்ள ஒரு கல்லாக்கி வைக்கும், ஒரு கல்லாக்கி வைப்பேன். அது ஒரு பரிப்ரம பாத்திரமாகும், அது ஒரு தத்தளிப்பின் பாத்திரமாகும். இது யார் எழுന്നേറ്റ് വരും? யார் எழும்பி வருகிறது? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരാൻ പോകുന്നു. 57 இஸ்லாமிய நாடுகளும் இஸ்ரவேலுக்கு எதிராக யுத்தத்துக்கு வர போகிறது. അതിന്റെ പേരാ OIC, வேர்ல்டு இஸ்லாமிக் கான்ஃபரன்ஸ். ஆமென். உலக வேர்ல்ட் இஸ்லாமிக் கான்ஃபரன்ஸ் நடக்க போகிறது. இரண்டாவது பிரவചനം நிவர்த்தி. இரண்டாவது தீர்க்கதரிசனம் நிறைவேறும். மூன்றாவது பிரவചനം. மூன்றாவது சக்கரியாവ് 9வது அதிகாரம் 5-6 வசனங்கள். இதெல்லாம் നോട്ട് ചെയ്തോണ്ട് പോയാൽ നിങ്ങൾക്ക് നാളെ പ്രസംഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം പറയുന്നത്. இதெல்லாம் நீங்கள் குறிப்பெடுத்துக் கொண்டால் உங்களுக்கு பிரசங்கிக்கலாம். ஆகவே தான் இவைகளை சொல்லுகிறேன். டெலிவிஷன் കാണുമ്പോൾ തന്നെ ബൈബിൾ നോട്ട് ചെയ്ത് அப்ப പ്രസംഗിക്കാം. ஆமென். நீங்க பார்க்கும்போதே அதை நோட் பண்ணி உங்களுக்கு பிரசங்கிக்கலாம். சக்கரியா 9:5-6. சக்கரியா புத்தகம் 9வது அதிகாரம் 5-6 வசனங்கள். காசா இஸ்ரேல் விஷயம் வாய்ச்சாட்டே. அஸ்கலோன் அதை கண்டு பயப்படும், அஸ்கலோனில் மிசைல் வீடு பயப்படும், காட்சாவும் அதை கண்டு மிகவும் துக்கிக்கும், காசாவும் துக்கிக்கும். அடுத்தது எக்ரோனும் தன் நம்பிக்கை அற்றுப்போனபடியால். இஸ்ரேலிന്റെ പട്ടണ ദൈവമക്കളെ ഇതെല്ലാം പറയുന്നത്. இந்த இஸ்ரவேலின் பட்டணங்களுடைய பெயர்கள் அதுபோல் அன்றைக்கு சொல்லப்படுகிறது. അടുത്ത വാക്ക് ഗാസയിൽ ராஜா அழிந்து போவான். രാജാ ഗാസയിൽ ഹമാസിന്റെ ലീഡർമാരെയല്ല ഇസ്രയേൽ കൊല്ലുവെന്നായി കുഞ്ഞു വായിച്ചത്. കരം ഉയർത്തിയാട്ടെ. காசாவில் இருக்கிற ஹமாஸ் இயக்கத்தினுடைய தலைவர்கள் இஸ்ரவேலால் கொலை செய்யப்படுவார்கள் என்கிறது வேதத்தில் சொல்லப்பட்டிருக்கிறது. പാസ്റ്റർമാരെ, ഈ ഏപ്രിൽ മാസത്തെ 18 ഹമാസിന്റെ ലീഡർമാരെ ഇസ്രയേൽ പച്ചയ്ക്ക് തട്ടിയത്. இந்த ஏப்ரல் மாதத்துல ஹமாஸுடைய 18 தலைவர்களை இஸ்ரவேல் கொலை செய்திருக்கிறது. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. இன்றைக்கு வசனத்தை புரிந்து கொள்ளுங்கள். ഗാസയുടെ ലീഡർഷിപ്പ് തീരാൻ പോകുന്നു. ஆமென். ஹமாஸுடைய தலைமைத்துவம் முடிய போகிறது. അടുത്ത വാക്യം, அடுத்த வசனம், അടുത്ത വാക്യം.
അസ്കലോൻ കുടിയേറ്റിരിക്കും. അസ്കലോൻ ശൂന്യമായി പോകും. അതാ ഈ ബോംബ് വരുമ്പോ എല്ലാത്തിനെയും വണ്ടി കയറ്റി സ്ഥലം വിടുന്നത്, നമ്മുടെ പ്രളയം വരുമ്പോ സ്കൂൾ ക്യാമ്പിൽ കയറ്റുന്നത് പോലെ അസ്കലോൻ ശൂന്യം. അടുത്തത് അസ്തോത്തിൽ വേശ്യപ്പിള്ளைகள் വാസം பண்ணுவார்கள். അസ്തോദിനകത്തും ആക്രമണം വരും. എത്ര ക്ലിയർ ബൈബിൾ. അടുത്തത് ഞാൻ പെലിസ്തീരിൻ ഗർവത്തെ അഴിப்பேன். பெலிஸ்தியருடைய கர்வத்தை சொர்க்கம் தகர்க்கும். பெலிஸ்தருடைய கர்வத்தை கர்த்தர் அழித்து போட போகிறார். എവിടെ തുടങ്ങി ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം? இந்த பிரச்சனை இஸ்ரவேலுக்கும் பாலஸ்தீனத்துக்கும் உள்ள பிரச்சனை எங்க ஆரம்பித்தது? അബ്രഹാമിന്റെ വീട്ടിൽ ആരംഭിച്ചതാ പാസ്റ്റർ ഇത്. ஆபிரகாமுடைய வீட்டில் ஆரம்பித்த பிரச்சனை இது. ഇസഹാക്കും ഇസ്മായേലും ஈசாக்குக்கும் இஸ்மவேலுக்கும். இரண்டாவது யாக்கோபிന്റെ മക്കളും ഏശാവിന്റെ മക്കളും. யாக்கோபின் பிள்ளைகளுக்கும் ஏசாவின் பிள்ளைகளுக்கும். மூன்றாவது ஏலா தாழ்வரையில் ஏலா பள்ளத்தாக்கில் பெலிஸ்திய மல்லனாയ ഗോലിയാത്തിനെ பெலிஸ்தியனுடைய சேனை தலைவனாயிருந்த கோலியாத்தை தகர்த்தப்ப தொட்டு தொடங்கியதா இஸ்ரேல் பாலஸ்தீன் സംഘടന. அந்த கோலியாத்தை கொண்டதிலிருந்து ஆரம்பித்த பிரச்சனை இது. ഇത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് വരാൻ പോകുന്നു. இது ஒரு உலக மகாயுத்தத்துக்கு நேராய் வர போகிறது. ഈ കുഞ്ഞു വായിച്ച ബൈബിൾ കേട്ടില്ലേ? இந்த பிள்ளை வாசித்த வசனத்தை கவனித்தீங்க தானே? ഗാസയിലെ ലീഡർഷിപ്പ് പോകും. காசாவினுடைய ஹமாஸினுடைய தலைமைத்துவங்கள் முடிந்து போகும். அரமனைகள் தகரும். அரண்மனைகள் உடைந்து போகும். கட்டடம் தகரும். கட்டடங்கள் உடையும். ലീഡർഷിപ്പിനെ തട്ടും. ஆமென். தலைவர்கள் அழிக்கப்படுவார்கள். ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ട ഒരു തലമുറയോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ചങ്ക് കീറി പറയുന്നത് യേശു ഈ തലമുറയിൽ വരും. ஆமென். இதையெல்லாம் கண்களினால் பார்க்கிற சந்ததியோடு கர்த்தருடைய ஊழியக்காரனாகிய நான் தொண்டை தண்ணி வற்ற சொல்லுகிறேன், கர்த்தர் வர போகிறார். നാലാമത്തെ ഗാസയുടെ പ്രവചനം. நான்காவது ஆமென் காசாவை குறித்த தீர்க்கதரிசனம். യിരെമ്യാ പ്രവചനം. യിരെമ്യാ தீர்க்கதரிசனம் 47வது அதிகாரம் 5, 6, 7 5, 6, 7 വസനങ്ങൾ. ഇന്ന് രാത്രി യിരെമ്യാ പ്രവചനം 47, 5, 6, 7 വാക്യങ്ങൾ. യിരെമ്യാ വായിച്ചാട്ടെ. ഗാസ മൊട്ടയടിക്കപ്പെടും. ഗാസ കണ്ടോ? ഗാസ മൊട്ടയടിക്കപ്പെടും. തമിഴിൽ എന്തുവാ? തല കഷണ്ടി. മൊട്ടയടിക്കും. അപ്പൊ പലരും വിചാരിച്ചു തലയിലെ മുടി പോകുന്നു. അതല്ല, ഗാസയുടെ ലീഡർഷിപ്പിനെ മുഴുവൻ ഇസ്രായേൽ തീർക്കുമെന്നാ പറയുന്നത്. காசாவுடைய தலைமைத்துவங்களை முழுவதுமாய் இஸ்ரவேல் துடைத்து மாற்றும். അടുത്ത വാക്യം വായിച്ചാട്ടെ. അവர்களுடைய പള്ളത്താക്കിലെ മീതിയാകിയ അസ്കലോൺ സംഹാരമാകും. അവരുടെ ആക്രമണം ആഷ്കലോണി വരും. ഇപ്പൊ 4 പ്രവചനം ക്ലിയർ ആയില്ലയോ? இப்ப 4 தீர்க்க தரிசனம் தெளிவுபட்டிருக்கிறதா? അടുത്ത വാക്യം. நீ எந்த மட்டும்தான் உன்னை கீறிக்கொள்வாய், கர்த்தரின் பட்டயமே எந்த மட்டும் എന്റെ அமராதிருப்பாய். വാളേ, നീ എത്ര കാലം വെറുതെ ഇരിക്കും? ഇന്ന് രാത്രി 4 പ്രവചനം ഞാൻ വായിച്ചു. 4 தீர்க்க தரிசனத்தை உங்களுக்கு வாசித்து ആമോസ് വായിച്ചു. ஆமோஸ் வாசித்தோம். സക്കറിയാവ് വായിച്ചു. சக்கரியா வாசித்தோம். യിരെമ്യാവ് വായിച്ചു. യെരേമിയ தீர்க்க தரிசனத்தை வாசித்தோம். സെഫന്യാവ് വായിച്ചു. செப்பனியா வாசித்திருக்கிறோம். ഇവര് തങ്ങളിൽ വല്ലതും കണ്ടിട്ടുള്ളവരാണോ? இவர்கள் ஏதாவது பார்த்திருக்கிறாங்களா? കണ്ടിട്ടുണ്ടോ? തങ്ങളിൽ ഇവർ இந்த വല്ലതും 4 பேரும் மாறி மாறி அறிமுகம் உள்ளவங்களா? ഇതാ ബൈബിളിന്റെ തനിമ. ஆமென். இதுதான் வேத புத்தகத்துடைய സ്വർഗ്ഗം കൽപ്പിച്ചു, பரலோகம் கட்டளையிட்டது, அவர்கள் எழுதினார்கள். എന്താ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ? உங்களுடைய கையில் இருக்கிற வேத புத்தகம் எது? 1600 വർഷം, 1600 ஆண்டுகள், 40 പരം എഴുത്തുകാർ, 40க்கு அதிகமான எழுத்தாளர்களை கொண்டு മരുഭൂമിയിൽ മോശ, വനാന്തരത്തിലെ മോശെ ആരംഭിച്ചു, യുദ്ധവേളയിൽ ദാവീദ്, യുദ്ധ നാட்களிலே தாவீது, മീനെ പിടിക്കുന്ന പത്രോസ്, மீன் பிடிக்கிற பேதுரு, ആട്ടിടയനായ ആമോസ്, ஆடை மேய்க்கிற ஆமோஸ், ഇവരെല്ലാം 40 എഴുത്തുകാർ 1600 വർഷം കാണാതെ, ഹല്ലേലൂയ, തങ്ങളിൽ കാണാതെ 1600 വർഷം മുൻപെഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, എന്റെ യേശു വരാറായി. இவ்விதமாய் 40க்கு அதிகமான தேவ மனிதர்களை கொண்டு 1600 ஆண்டுகளுக்கு அதிகமாய் எழுதப்பட்ட வேத புத்தகத்தின் தீர்க்கதரிசனங்கள் நிறைவேறும் போது சொல்ல முடியும், இயேசு வர போகிறார். We will back to Zechariah. சகரியாவின் புத்தகத்துக்கு நேராய் திருப்பி வருவோம். ഒന്ന് പരിപ്രമ പാത്രം, ஒன்று தத்தளப்பின் பாத்திரம், 2 ഭാരമുള്ള കല്ല്, இன்னொன்று பாரமான கல், 3 ജാതികൾ വിരോധം. மூன்றாவது ஜாதிகள் அதற்கு விரோதமாய் கூட்டம் கூடுவார்கள். ടെലിവിഷൻ അന്ന് എത്ര പേര് കണ്ടു? அந்த செய்தி எத்தனை பேர் பாத்தீங்க? உண்மையில கையை தூக்குங்க பார்க்கலாம். അടി നടക്കുന്നത് പലസ്തീനിൽ, ஆமென். சண்டை நடக்கிறது பாலஸ்தீனத்துல, അടി നടക്കുന്നത് ഇസ്രായേലിൽ, அங்க சம்பவங்கள் நடக்கிறது பாலஸ்தீனத்துக்கு இஸ்ரவேலுக்கும். തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ വരെ പലസ്തീൻ സംഘടനത്തിന്റെ പേര് റോഡ് ജനം ഇളകിയില്ലേ പാസ്റ്ററെ? ஆமென். தமிழ்நாட்டுல கோயம்புத்தூர்ல வரைக்கும் இந்த பிரச்சனைக்கு எதிராக ஆர்ப்பாட்டம் பண்ணினாங்க. ഗാസയിൽ വെടിനിർത്താൻ വേണ്ടി ചെന്നൈയിൽ ജനം ഇളകിയില്ലേ?
காசாவில பிரச்சனையை நிறுத்தும்படி சென்னையில வரைக்கும் ஜனங்கள் ஆர்ப்பாட்டம் பண்ணினாங்க. அமெரிக்க നിങ്ങൾ കണ്ടില്ലേ, കാനഡ കണ്ടില്ലേ, அமெரிக்காவிலும் கனடாவிலும் ஆர்ப்பாட்டம் பண்ணாங்க. ഒരു സൈഡിൽ ഇസ്രായേലിന്റെ പതാക, ഒരു പക്കത്തിൽ ഇസ്രായേൽ കൊടി, മറു സൈഡിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പറയുന്നു ജിഹാദ്, വിശുദ്ധ യുദ്ധം. ആമേൻ. മറുപക്കത്തിൽ ഇസ്ലാമിക ദേശങ്ങൾ சொல்லுகிறது எங்களுடைய புனித போர் இது. ജാതികൾ ഈ കോവിഡ് കാലത്ത് എഴുന്നേറ്റ് വന്നു ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ. ஜாதிகள் இஸ்ரவேல் காசா பிரச்சனையில இந்த நாட்களில் எதிராக வந்தார்கள். യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. യേശു சொன்ன தீர்க்கதரிசனம் நிறைவேறினது. യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കുക. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. யுத்தங்களையும் யுத்தங்களின் செய்திகளையும் கேள்விப்படுவீர்கள்.